ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജാനിക്കുട്ടിക്ക് കളിക്കാൻ വാങ്ങിയിട്ടുള്ള പുതിയൊരു ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണിത്. ഇതിനു മുമ്പ് ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതെനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയത്. ഗൈസ്, അപ്പോൾ അടുത്ത ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ ഗിഫ്റ്റ്. ഇതിൻ്റെ ഇതെങ്ങനെ ഇത് കളിക്കുന്നത്? രണ്ട് ബ്ലൂ ഉണ്ടോ? പറ അച്ഛ, എങ്ങനെയാ കളിക്കുന്നതെന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞുതരാം. യെല്ലോ വെക്കണം. ആദ്യം വെച്ച് മലയ്ക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചെടുക്കണം. എടുക്കണം, അത് വീഴരുത്. ഓക്കെ, അപ്പോൾ ഡൈസ് ഇട്ട് എന്തുവാ സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്? അത് കനമുണ്ടോ? എന്തുവാ? അവിടെ നോക്കട്ടെ. ഇത് വെയിറ്റ് ഇല്ല. ഞാൻ ഈ ഗെയിം ഗൂഗിൾ ചെയ്ത് നോക്കി. ജെങ്ക അല്ലെങ്കിൽ വുഡൻ ബ്ലോക്ക് സ്റ്റാക്കിംഗ് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളിയാണിത്. കളിയുടെ തുടക്കത്തിൽ ഈ ബ്ലോക്ക് അടുക്കി വലിയൊരു മല ഉണ്ടാക്കും. ഓരോ തട്ടിലും വയ്ക്കുമ്പോൾ 3 കട്ടകൾ വീതം ഉണ്ടാകും. പിന്നെ അടുത്ത കട്ട വയ്ക്കുന്നത് അതിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും. അടുത്ത ലെവലിൽ സ്റ്റാക്ക് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും. അങ്ങനെ ഇത് ഫുള്ള് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 ഡൈ തന്നിട്ടുണ്ട്. ആ ഡൈസ് എറിഞ്ഞിട്ട് അതിലേത് കളറാണോ വരുന്നത് അത് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന കളറ് ഈ ടവറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന്, താഴത്തു നിന്നോ മുകളിൽ നിന്നോ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് തോന്നുന്നത് അതനുസരിച്ച് ഇത് ടവർ പൊളിഞ്ഞു പോകാതെ ഓരോന്നോരോന്നായിട്ട് എടുക്കണം. ഇനി കളി അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പ്ലെയറാണോ ഈ ബ്ലോക്ക് വലിക്കുമ്പോൾ അത് താഴെ വീഴുന്നത്, പൂർണ്ണമായിട്ടും ആ ടവർ താഴെ വീഴുന്നത്, ആ കളിക്കാരൻ ഗെയിമിൽ നിന്ന് ഔട്ടാവും. ആകെ 54 പീസാണ് ഇതിൽ വരുന്നത്. അത് ഗ്രീൻ, യെല്ലോ, സ്കൈ ബ്ലൂ, നേവി ബ്ലൂ, ഓറഞ്ച്, റെഡ്, അങ്ങനെ ഇത്രയും കളേഴ്സിൽ 54 പീസാണ് വരുന്നത്. കളി നന്നായിട്ട് അറിയില്ലെങ്കിലും സംഭവം കൈ കിട്ടിയപ്പോൾ തന്നെ അച്ഛനും മോളും കളി തുടങ്ങി. എങ്ങനെയാണെങ്കിലും അല്ല അടിയിൽ വെക്കാതെ പിന്നെ ഉണ്ടാക്കാറുണ്ടാവും. അങ്ങനെ ഇത് തകരാതെ ഇത് എടുക്കണം അല്ലേ? ഒന്നും ചെയ്യണ്ട. അല്ല നീ കളി. അങ്ങനെ കഥാണോ പെട്ടെന്ന് ചോക്ക് കടി. അതൊക്കെ പോയി. ഇത് എടുക്കാനായിട്ട് മയം ആകത്തി കൊണ്ടുവന്നു. മയം കളി പോയി. ഏറ്റവും അടിയിലെ ബ്ലൂ വലിഞ്ഞു പോകുന്നത്. യാകാറിനോട് പച്ചക്കന്തൊക്കെ കാണിക്കും.
പഠിക്കല്ലേ നീ? ഇത് ആ താഴത്തെ ബ്ലൂ എടുക്കാം. താഴത്തെ ബ്ലൂ യൂസ് ചെയ്യാം. Easy. റെഡ്. ഓ നിനക്കെല്ലാം റെഡാണല്ലോ മോളെ. കത്ത്. അതെടുക്കാൻ പറ്റത്തില്ല വിജി. അതെടുത്ത് ഒറ്റയ്ക്ക് നിൽക്കണം. റെഡില്ല അധികം. എനിക്ക് വേറെ ഓടുന്ന വീഴും. അയ്യോ അനങ്ങുന്നു. ഞാനിതല്ലേ ഓ നോ. അതെടുത്തോ. തോറ്റു. ഇവരച്ഛൻ്റെയും മോളുടെയും കളി കണ്ടിട്ട് ഒന്നും മനസ്സിലാകാത്തവർക്ക് ഞാനിതൊന്നുകൂടെ പറഞ്ഞു തരാവേ. ദേ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ കളർ ഡൈസ് ഉണ്ടല്ലോ, ഈ ഡൈസ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ ഏതാണോ ആ കളറ് ആദ്യം ആ ബ്ലോക്കിൽ നിന്ന് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കിത് ആദ്യമേ മുകളിലേക്ക് അടുക്കി പോരുന്ന രീതിയിൽ കളിക്കാം, അല്ലെങ്കിൽ അടുക്കി വെച്ചിട്ട് ഇത് ഇങ്ങനെ അതിൽ നിന്ന് ഓരോന്ന് വലിച്ച് ഈ ഡൈസ് വീഴുമ്പോൾ ഓരോന്ന് വലിച്ചെടുക്കുന്ന രീതിയിൽ കളിക്കാം. ഇപ്പോൾ എനിക്ക് റെഡാണ് വീണത്, അതുകൊണ്ട് ഞാൻ റെഡ് വലിച്ചെടുക്കാൻ നോക്കുവാണ്. ആ റെഡ് നമുക്ക് നമ്മുടെ കയ്യിൽ വയ്ക്കാം. ഇനി അടുത്ത ആൾ ഡൈസ് എറിയുമ്പോൾ എന്താണോ കിട്ടുന്നത് നോക്കുക. അയാൾക്ക് ബ്ലൂ ആണ് കിട്ടിയത്, ബ്ലൂ അല്ലേ ഗ്രീൻ. സോ ഗ്രീൻ മേളിലുണ്ട്, അതുകൊണ്ട് ഗ്രീൻ എടുത്ത് അയാൾക്ക് കയ്യിൽ വയ്ക്കാം. വീണ്ടും ഗ്രീൻ കിട്ടി. ഇപ്പോൾ യെല്ലോ ആണ് വീണത്, എല്ലാം മേളിലുള്ളത് തന്നെ വീഴുന്നുണ്ട്. റെഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതിങ്ങനെ വലിച്ച് താഴെ ഇടാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് പകുതിക്ക് വെച്ചിട്ടാണ് അത് താഴെ വീഴുന്നത്. ആ ബ്ലോക്സ് താഴെ വീഴുന്നതെങ്കിൽ നമുക്ക് ആ എവിടെ വെച്ചിട്ടാണോ വീണത് അവിടെ തൊട്ട് വീണ്ടും കളി തുടങ്ങാം. അല്ലാതെ ഫുള്ള് ബ്ലോക്ക് ഇടിഞ്ഞു മറിഞ്ഞ് താഴെ വീഴുവാണെങ്കിൽ ആരാണോ അത് വീഴ്ത്തുന്നത് അവർ കളിയിൽ തോൽക്കും. ടവർ വീഴാതെ കട്ടകൾ വെക്കുന്ന അവസാനത്തെ കളിക്കാരനായിരിക്കും വിജയി. ഇത് ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കുട്ടികളുടെ ശ്രദ്ധ, പിന്നെ അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ, പിന്നെ ബാലൻസ് നിലനിർത്താനുള്ള കഴിവ്, ഇതൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും മികച്ചൊരു ഗെയിമാണ്. പിന്നെ നമ്മുടെ ഒഴിവ് സമയത്ത് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒപ്പം കളിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഗെയിമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ജാൻ ബേബീനെ സപ്പോർട്ട് ചെയ്യുക. ബൈ.